നമസ്കാരം. വിജയ് അഭിനയ ജീവിതം നിർത്താൻ പോകുന്നില്ല കേട്ടോ. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല. കാരണം ഈ മനുഷ്യൻ്റെ ജീവിതം തന്നെ എടുത്തു നോക്കിക്കേ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരൂർ ദുരന്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം ഏറ്റവും ഒടുവിൽ എന്താ ചെയ്തത്? TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് താൻ ആകുന്നു എന്നുള്ള പ്രഖ്യാപനം വിജയ് നടത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമയാണ് ജനനായകൻ എന്ന് പറഞ്ഞുകൊണ്ട് റിലീസ് ചെയ്യുന്ന ആ സിനിമ റിലീസിന് മുന്നേ തീർക്കുന്ന റെക്കോർഡുകളുണ്ടല്ലോ, ഞെട്ടിപ്പോകുന്ന റെക്കോർഡുകളാണ്. ഇതൊന്നും തമിഴ് സിനിമാ മേഖലയിൽ ആരെങ്കിലും എന്നെങ്കിലും അച്ചീവ് ചെയ്യുമോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിൽ ഏറ്റവും വലിയ റെക്കോർഡുകളാണ് വിജയ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രഷറാണ് വിജയ്ക്ക് മേലുള്ളത്. സിനിമ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, സിനിമാ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്ന്, OTTയുടെ ഭാഗത്തു നിന്ന്, മ്യൂസിക് ടീമിൻ്റെ ഭാഗത്തു നിന്ന് വിജയ് അഭിനയ ജീവിതം നിർത്തരുത്. കാരണം ഇതൊരു വലിയ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. തമിഴ് സിനിമാ മേഖലയിൽ ഇതുപോലെ പുൾ ഓഫ് ചെയ്യാൻ ഒരു നടൻ വേറെ ഇല്ല. താങ്കൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ ഇൻഡസ്ട്രി പെട്ടെന്ന് കൊളാപ്സ് എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്ന, ഒരു സൈഡിൽ ബിസിനസ് പൂർണ്ണമായും ഡൗൺ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നുള്ള അഭ്യർത്ഥന വിജയ്ക്ക് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് പല നിർമ്മാതാക്കൾ, പല സംവിധായകർ, പല OTT പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെ പല മ്യൂസിക് പ്ലാറ്റ്ഫോമുകൾ, പലരും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഞെട്ടരുത് ഞാൻ പറയാൻ പോകുന്ന കണക്കുകൾ. എനിക്ക് അതാണ് പറയാനുള്ളത്. അതായത് വിജയ് ചിത്രം ജനനായകന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തു വരികയാണ്. അതിലാദ്യം ഞാൻ ഇതിൻ്റെ മ്യൂസിക് ഡീല് പറ്റി സംസാരിക്കാം. ഓക്കെ, ഇതിൻ്റെ മ്യൂസിക് റൈറ്റുകൾ റെക്കോർഡ് ബ്രേക്കിംഗ് ആണ്. ഒരു തമിഴ് സിനിമയ്ക്ക് ഇതുവരെ, അതായത് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള മ്യൂസിക് റൈറ്റ്സ് ആണ് T-Series വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഓഡിയോ റൈറ്റ്സ് T-Series വാങ്ങിച്ചിരിക്കുന്നത് 35 കോടി രൂപയ്ക്കാണ്. അതായത് ഈ സിനിമയുടെ ഗാനങ്ങൾക്കും OST ഒറിജിനൽ സൗണ്ട് ട്രാക്കിന് വേണ്ടിയിട്ട് 35 കോടി രൂപയാണ് T-Series വാങ്ങുന്നതെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിത് ആദ്യം ഇതൊരു ഫേക്ക് ന്യൂസോ അല്ലെങ്കിൽ ഫേക്ക് റിപ്പോർട്ടെന്നൊക്കെ കരുതിയത്. പക്ഷെ അല്ല, ഇതൊരു വളരെ ഇൻസൈഡ് ആയിട്ട് വരുന്ന ഒരു റിപ്പോർട്ടുകളാണിത്. 35 crores ഓഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ജനനായകന് വേണ്ടിയിട്ട് T-Series മുടുക്കാൻ പോകുന്നത്. തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഓഡിയോ റൈറ്റ്സ് ആണിത്. ഇതിനു മുമ്പ് ഇങ്ങനൊരു റിപ്പോർട്ട് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, ഐ ബെറ്റ് യു. പിന്നെ T-Series അനിരുദ്ധാണ് ജനനായകൻ്റെ മ്യൂസിക് കോമ്പോസിഷൻ, അത് നമുക്കറിയാം. അനിരുദ്ധുമായിട്ട് T-Series കൊളാബ് ചെയ്യുന്ന 5ാമത്തെ ആൽബവും കൂടിയാണ് ജനനായകൻ. ഇന്ന് ദളപതി കച്ചേരി എന്നുള്ള ആദ്യത്തെ സിംഗിൾ പുറത്തു വരും. എനിക്ക് തോന്നുന്നു ദളപതിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു കുത്തുപാട്ടായിരിക്കും ദളപതി കച്ചേരി എന്നുള്ളതാണ്. അത് ആഘോഷമാക്കും, ഒരു തർക്കവുമില്ല. വിജയ് ഫാൻസ് മാത്രമല്ല, സിനിമാ മേഖലയിൽ ഒട്ടാകെയുള്ള ഒരു ആഘോഷമാക്കും. പക്ഷേ വലിയ പ്രഷർ വിജയ്ക്ക് നിൽക്കുകയാണ്, ഇത് നിർത്തരുത്, അവസാനിപ്പിക്കുക. വിജയുടെ ഡാൻസ് നമ്പേഴ്സൊക്കെ കാണാൻ വെയിറ്റ് ചെയ്യണം. H. വിനോദ് എന്താണ് ഒരുക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ. ഇന്ന് എന്തായാലും ഒരു ഹുക്ക് സ്റ്റെപ്പും കൂടെ ഉണ്ടാവും. വൈകുന്നേരം 6 മണിക്കാണ് അതിൻ്റെ ഗാനം പുറത്തു വിടുന്നത്. വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ അതോടൊപ്പം ഇത് മ്യൂസിക് കേട്ട് നിങ്ങൾ ഞെട്ടിൽ മാറിയിട്ടുണ്ടെങ്കിൽ തീർന്നിട്ടില്ല, ഞാൻ നിങ്ങളെ വീണ്ടും ഒന്ന് ഞെട്ടിപ്പിക്കാം. ജനനായകൻ്റെ OTT ഡീൽ നമുക്കറിയാലോ. ഇപ്പോൾ പല സിനിമകളുമൊക്കെ തിയേറ്ററിൽ റിലീസ് ചെയ്തതിന് ശേഷമേ OTT ഡീൽ ഉണ്ടാകാറുള്ളൂ. ഇത് ആൾ വേറെ, ഇത് വിജയ്ക്ക് ഇനി സിനിമ തിയേറ്ററിൽ ഹിറ്റായിട്ട് വേണ്ട OTT ഡീൽ വരാൻ. ക്യൂ നിൽക്കുന്ന OTT പ്ലാറ്റ്ഫോമുകളെ നമുക്ക് അറിയാം, അതുകൊണ്ട് പറയുന്നത്. എന്തായാലും ആമസോൺ പ്രൈമാണ് ജനനായകൻ്റെ OTT വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു ഡീല്. പറയണ്ടല്ലോ, റെക്കോർഡ് ബ്രേക്കാണ്, റെക്കോർഡ് ഡീലാണ്. അത് എത്രയാണെന്ന് കേൾക്കുന്നത്? മ്യൂസിക് 35 കോടിയാണ്. അപ്പോൾ OTT എത്രയാവും? 121 കോടി രൂപയ്ക്കാണ് ജനനായകൻ എന്ന സിനിമ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുന്നത്. 121 crore rupees. ഇതാണ് അതിൻ്റെ ഡീല്. തമിഴ് സിനിമ OTT പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയ തുകയ്ക്ക് ഇതുവരെ ഒരു സിനിമയും വിറ്റിട്ടില്ല. 121 കോടി രൂപയാണ് ജനനായകൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതുവരെ ഒരു തമിഴ് സിനിമയും ഇത്രയും തുകയ്ക്ക് ഒരു OTT പ്ലാറ്റ്ഫോമിലും വിറ്റുപോയിട്ടില്ല. ദളപതി പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് കുറഞ്ഞു പോകും. ഇതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് OTTയിലെ ഡീൽ ഇങ്ങനെയാണ്. നെറ്റ്ഫ്ലിക്സും ആമസോണും വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നെറ്റ്ഫ്ലിക്സിനെ കടത്തി വെട്ടിക്കൊണ്ടാണ് ആമസോൺ പ്രൈം ജനനായകൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അതാണ് ഈ ഒരു OTT ഡീല് തമ്മിലുള്ള റേസ് തമ്മിലുള്ള കണക്ക്. ആൻഡ് OTT ഡീൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്ത് 8 ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് OTTയിലേക്ക് വരുന്നത്. അതായത് ഏകദേശം 2 മാസം. വിജയുടെ അവസാനത്തെ സിനിമയായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഈ 2 മാസം കൊണ്ട് വിജയ് ആരാധകർ ഒട്ടാകെ തന്നെ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണും. പിന്നെ അവർ OTTയിൽ കാണണമെന്ന് നിർബന്ധമില്ല. ഭയങ്കരമായ ഗംഭീര സിനിമയാണെങ്കിൽ OTTയിൽ റീവാച്ച് ചെയ്യും. അല്ലെങ്കിൽ തന്നെ തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ ചിലപ്പോൾ OTT വീണ്ടും പോയി കാണണമെന്നില്ല. അങ്ങനെ കാണണമെന്നില്ലാത്ത ഓഡിയൻസിനെ കൂടെ കൂട്ടിയിട്ടാണ് 121 കോടി രൂപയ്ക്ക് ആമസോൺ പ്രൈം ഈ ഡീൽ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്താ അല്ലേ കണക്കുകൾ? സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. ഈ രീതിയിലൊക്കെ തമിഴ് സിനിമാ മേഖല പോകുമെന്ന് ആര് കരുതി? വിജയ് എന്ന് പറയുന്ന നായകൻ ഇനിയും സിനിമകൾ ചെയ്യണം, ഇൻഡസ്ട്രി വലുതാക്കണം എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറണം. അല്ലെങ്കിൽ ഇത് ശരിയാവില്ലെന്നേ. അല്ലെങ്കിൽ ഇതുപോലൊരു ഡീലോ റൈറ്റോ ഒക്കെ സ്വന്തമാക്കാൻ ഇപ്പോൾ തമിഴ് സിനിമയിൽ വേറെ ആരും ഇല്ല. ആ ഒരു രീതിയിലേക്കാണ് തമിഴ് സിനിമ മേഖല പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് OTT കാരും മ്യൂസിക്കുകാരും നിർമ്മാതാക്കളും ഒക്കെ എന്താ വിജയോട് പറയുക, സിനിമ അഭിനയം നിർത്തല്ലേ, പ്ലീസ് നിർത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിജയ് അദ്ദേഹത്തിന് രാഷ്ട്രീയവുമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. കരൂർ ദുരന്തം ഒരു വലിയ പാഠമാണ് വിജയ്ക്ക്. അതിൽ നിന്നും അദ്ദേഹം കരകയറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിജയ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടും കൂടി പ്രഖ്യാപിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആഴത്തിൽ തന്നെ ഇറങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സിനിമാ മേഖല വല്ലാതെ സ്തംഭിക്കും വിജയ് അഭിനയം ചെയ്ത് നിർത്തുകയാണെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. എന്തായിരിക്കും ഭാവി എന്നതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും വിജയ് അഭിനയം ചെയ്ത് നിർത്തരുത് എന്നുള്ളത് തന്നെയാണ് ഒരു വിജയ് ആരാധകൻ എന്ന രീതിയിൽ കൂടി എനിക്ക് പറയാൻ.